നമ്മളെ വണ്ടി ആനുവൽ ചെക്കപ്പിന് വേണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ. നാട്ടിൽ നമ്മൾ ടെസ്റ്റ് എന്ന് പറയൂലേ, അതാണ് സംഭവം. ജർമ്മനിയിൽ നിന്ന് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് കുറച്ച് ഡ്രൈവിംഗ് ടൈം ബാക്കിയുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് കോർഡിനേറ്റർ പറഞ്ഞ് ഇങ്ങനെ ആനുവൽ ചെക്കപ്പിന് കൊണ്ടുപോകാൻ പറഞ്ഞു. നാട്ടിൽ നമ്മൾ ടെസ്റ്റിന് കൊണ്ടുപോകുമെന്ന് പറയില്ലേ, വർഷം തോറും അതേ സെറ്റ്. നിന്ന് കൊണ്ടുവന്നേക്കുന്നത് സിംഗിൾ ആക്സിൽ ട്രെയിലറാണ് കേട്ടോ. ബേക്കിൽ സിംഗിൾ വീലാണ്, സിംഗിൾ ആക്സിൽ ട്രെയിലറാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു വോൾവോയുടെ 14 വീല് ടിപ്പറാണ് കേട്ടോ, 500. ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കാണിച്ചു തരാം. ആചാനബാഹു വണ്ടിയാണ് കണ്ടോ. ഫ്രണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് കണ്ട, ഏത് പറയരെ മണ്ടരെ എവിടെ വേണോ കൊണ്ട് കയറ്റാം ആ വണ്ടി. ഇതിൻ്റെ ബാക്കിൽ സിംഗിൾ വീലാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഹൈഡ്രോളിക് സ്റ്റിയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോഴത്തേക്ക് ഫ്രണ്ട് ടയർ തിരിയണതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മുടെ നാട്ടിൽ മൾട്ടി ആക്സിൽ വോൾവോ ബസ്സൊക്കെ തിരിയൂലേ, അതുപോലെ ഇതും തിരിയും. നല്ല ഒടുവായിരിക്കും വണ്ടിക്ക് കണ്ടോ. ഓക്കെ, നമ്മൾ വണ്ടിയും കൊണ്ട് ഇൻസ്പെക്ഷന് പോയ ഓഫീസിനകത്ത് കോഫി മേക്കറാണ് കേട്ടോ. ഇവിടെ പൈസ കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് എടുത്ത് കുടിക്കാം. ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്ത്. ഞാൻ ഒരു ക്യാപ്പിച്ചിനോ സെലക്ട് ചെയ്ത് കുടിച്ചു. ഇപ്പോൾ നമ്മുടെ ഏരിയയിൽ, അതായത് സ്ലോവാക്യ നിത്രയിൽ ഇവിടെയാണ് എല്ലാത്തിൻ്റെയും ടെസ്റ്റ് കിടക്കുന്നത് കേട്ടോ. വെഹിക്കിൾ ഇൻസ്പെക്ഷൻ വർഷാവർഷം, കാറായാലും ട്രക്കായാലും ബസ്സായാലും എല്ലാം ഇവിടെയാണ്. ഇവിടെ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെയാണ് നമുക്ക് ട്രക്കിൻ്റെ കാറിൻ്റെയൊക്കെ ബേ വരുന്നത്. നമ്മളെ വണ്ടി അവിടെ ഇൻസ്പെക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ പോലെയല്ല, ട്രക്കിനും ട്രെയിലറിനും സെപ്പറേറ്റ് ഇൻസ്പെക്ഷനാണ്. ഇത് ഞാൻ ഇവിടെ കണ്ട ഒരു വണ്ടിയാണ് കേട്ടോ. ഒരു പഴയ മോഡൽ 4x4 ആണ്. ഇതിൻ്റെ പേര് വന്നിട്ട് ലാഡ എന്നാണ് എഴുതിയേക്കുന്നത്. ലാഡ 4x4 എന്നാണ്. മൊത്തം തുരുമ്പ് കയറി, ജെയ്സ് ഉൾപ്പെടെ തുരുമ്പാണ്. അതിനകത്തൊരു 2-3 ഐറ്റം ലിവറൊക്കെ കാണുന്നുണ്ട്. 4x4 സെറ്റപ്പ് എന്തോ ആണ്. പക്ഷേ ആൾ ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ. നമ്മളാ നാട്ടിലെ പഴയ ജിപ്സിയൊക്കെ ഇല്ലേ, ആ ഒരു രീതിക്കാണ്. എന്തായാലും സംഭവം കിടിലൻ വണ്ടിയാണ്. പുള്ളിക്കാരെ ഓടിച്ചുകൊണ്ട് പോണത് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. പൊളിയാണ്, അതിൽ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളെ വണ്ടി ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. ഏകദേശം ഒരു മണിക്കൂറത്തെ പരിപാടിയേ ഉള്ളൂ കേട്ടോ. അവിടെ അവർ തന്നെ അകത്ത് വണ്ടി കയറ്റുന്നു, അവർ തന്നെ വണ്ടി വെളിയിൽ കൊണ്ട് തരുന്നു, മൊത്തം ചെക്ക് ചെയ്യും. എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അവരപ്പം തന്നെ പറയും, ഇന്ന കംപ്ലയിൻ്റ് ഉണ്ട്, അതെല്ലാം തീർത്തിട്ട് കൊണ്ടുവരണമെന്ന് പറയും. ഇപ്പം നമ്മളെ വണ്ടിക്ക് പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഒന്നും ഇല്ലായിരുന്നു. പഴയ വണ്ടിയാണ്, എന്നാലും എല്ലാ കംപ്ലയിൻറ്റുകളും തീർത്താണ് കമ്പനി വണ്ടി തന്നേച്ചത്. നമുക്കവിടെ വണ്ടി കൊണ്ട് കൊടുക്കുക എന്നുള്ള ജോലി മാത്രമാണ് ഉള്ളത്. അത് കഴിഞ്ഞ് എല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം അവർ വണ്ടി വെളിയിൽ തരും. നാട്ടിലാണെങ്കിൽ നമ്മൾ ട്രക്ക് ട്രെയിലർ ഇറക്കുമ്പോഴത്തേക്ക് ട്രക്കിൻ്റെ കൂടെ ഉള്ള അറ്റാച്ച് ആ നമ്പറിൽ തന്നെ ആയിരിക്കും ട്രെയിലറും ഇറങ്ങുന്നത്. ഇവിടെ സെപ്പറേറ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ ട്രക്ക് ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ആയിട്ടുള്ളത്, ട്രക്കിന് വേണ്ടിയിട്ട് 145 യൂറോയും ട്രെയിലറിന് വേണ്ടിയിട്ട് 99 യൂറോയുമാണ്. ഓക്കെ, പിന്നെ എല്ലാ വണ്ടിയിലും ഇതുപോലെ ഒരുപാട് കാർഡുകളുണ്ടായിരിക്കും. നമുക്ക് പേയ്മെൻറ്റ് എന്തെങ്കിലും ചെയ്യാനായാലും ഡീസൽ അടിക്കാനായാലും അങ്ങനെ ഒരുപാട് കാർഡുകളുണ്ടാകും. ഓരോ പമ്പിൽ കയറി അടിക്കാനും അതാത് പമ്പിൻ്റെ കാർഡുകളുണ്ടായിരിക്കും. അത് വെച്ച് വേണം നമ്മൾ അടിക്കാനായിട്ട്. അപ്പോൾ കമ്പനി പറയും ഇന്ന കാർഡ് ഉപയോഗിച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് നമ്മൾ ആ കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യും. STK റോബ്സൺ ആട്ടോ സെൻറ്റർ എന്നാണ് ഇൻസ്പെക്ഷൻ സെൻറ്ററിൻ്റെ പേര്. അപ്പം നമ്മൾ പോവാത്തൊരു സ്ഥലത്തേക്ക് കമ്പനി നമ്മുടെ അടുത്ത് പോകാൻ പറയുകയാണെങ്കിൽ നമ്മൾ അവിടുത്തെ അഡ്രസ്സോ അവിടുത്തെ കോർഡിനേഷൻ നമ്പറോ നമുക്ക് അയച്ചു തരും. നമ്മൾ കോർഡിനേഷൻ നമ്പർ അടിച്ച് നാവിഗേഷനിൽ അടിച്ച് പോവുകയോ അല്ലെങ്കിൽ അഡ്രസ്സ് എടുത്തതിന് ശേഷം കോർഡിനേഷൻ നമ്പർ ഗൂഗിൾ മാപ്പിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ആ ലൊക്കേഷനിൽ പോവുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഗൂഗിൾ മാപ്പിൽ നിന്ന് എങ്ങനെ കോർഡിനേഷൻ നമ്പർ എടുത്തിട്ട് നമുക്ക് ലൊക്കേഷനിൽ പോകാം എന്നുള്ളത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഗൂഗിൾ മാപ്പ് അടിക്കുമ്പോൾ 2-3 റൂട്ട് എന്തായാലും കാണിക്കുമല്ലോ, ഏറ്റവും കുറഞ്ഞത് 2-3 റൂട്ട് കാണിക്കും. അപ്പോൾ ഇത് ഏത് റൂട്ടിൽ പോകണമെന്ന് നമ്മൾ കമ്പനി അടുത്ത് ചോദിക്കണം. കോർഡിനേറ്റർ ചോദിക്കുമ്പോഴത്തേക്ക് കോർഡിനേറ്റർ റൂട്ട് അയച്ചു തരും. ആ റൂട്ടിൽ തന്നെ പോകണം. അതെന്ന് വെച്ചാൽ ആ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ എന്ത് വന്നാലും കോർഡിനേറ്റർ നോക്കിക്കോളും, അല്ലെങ്കിൽ കമ്പനി നോക്കിക്കോളും. നമ്മളെ റിസ്ക് എടുത്ത് പോവുകയാണെങ്കിൽ നമ്മൾ പണി മേടിക്കും.
അപ്പം ഞാൻ ഇങ്ങനെ വെളിയിൽ ചെന്ന് നിന്നപ്പോഴത്തേക്ക് അവിടെ ഉള്ള സ്റ്റാഫുകൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അകത്ത് പിന്നെ ഓഫീസിൽ ചെയറുണ്ട്, അവിടെ പോയി ഇരുന്നോളൂ, വെറുതെ ഇവിടെ വന്ന് നിൽക്കണ്ട, വണ്ടി ക്ലിയർ ചെയ്തതിന് ശേഷം പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ചെന്നപ്പോഴാണ് നമുക്കിവിടെ നിന്ന് ഫ്രീ ആയിട്ട് കോഫി എടുത്ത് കുടിക്കാനും പിന്നെ ഒരു സ്നാക്സ് ഐറ്റം ഒരു കവറിൽ പാക്കറ്റായിട്ട് തരും. അതും കഴിച്ചിട്ട് നമുക്ക് അവിടെ ഇരുന്ന് ടി വിയൊക്കെ കണ്ട് അവിടെ ഇരിക്കാം. നല്ല സഹകരണമായിരുന്നു. ഒരാൾക്ക് മാത്രമേ അവിടെ ഇംഗ്ലീഷ് അറിയാവുള്ളായിരുന്നു. ബാക്കി എല്ലാവരും ലോക്കൽസാണ്. അവരെല്ലാവരും ലോക്കൽ ലാംഗ്വേജ് സംസാരിക്കത്തുള്ളൂ. പുള്ളിയായിട്ടാണ് ഞാൻ സംസാരിച്ചത്. അപ്പോൾ നമുക്ക് അറിഞ്ഞൂടെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വഴി ആണ് അവരുമായിട്ട് സംസാരിക്കാറുള്ളത്. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നമ്മൾ എന്താണോ പറയേണ്ടതെന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന ലാംഗ്വേജിൽ പറയിട്ട് അവരെ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക. ഞാൻ ഓഫീസിനകത്ത് കണ്ട ഒരു ക്ലോക്കാണ് കേട്ടോ. ആദ്യം ഞാൻ വെറുതെ ഒരു കമ്പി അവിടെ തൂക്കിയിട്ടേക്കുന്നു, ഒരു റൗണ്ട് കമ്പി തൂക്കിയിട്ടേക്കുന്നു എന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കത്തിയത് ഇത് ക്ലോക്കായിരുന്നുവെന്ന്. പെട്ടെന്ന് കണ്ട ക്ലോക്കാണെന്ന് തോന്നുമോ നിങ്ങൾക്ക്? നമ്മുടെ നാട്ടിലെ പോലെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് പേപ്പറിന് വേണ്ടി നമ്മൾ പോസ്റ്റ് വഴിയോ അല്ലാതെയോ വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരു അരമണിക്കൂർ കൊണ്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അപ്പോൾ തന്നെ പ്രിൻ്റ് ഔട്ട് എടുത്ത് തരും. ഒരു പ്ലാസ്റ്റിക് നമ്മളെ PVC കാർഡ്, ATM കാർഡ് കണക്കുള്ളൊരു കാർഡാണ്. അത്രയേ ഉള്ളൂ ഇവിടുത്തെ സെറ്റപ്പ്.